എല്ലാ മാന്യ പ്രേക്ഷകർക്കും RJS ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്, അതായത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. അതിനു വേണ്ടി എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. മീൻ കഷ്ണങ്ങളായി വറുക്കാനായിട്ട് ഞുറുക്കിയത്, ഇതൊരു 10 കഷ്ണങ്ങളുണ്ട്. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി, പാകത്തിന് ഉപ്പ്. വെറൈറ്റി ആയിട്ട് ഇന്നിവിടെ നാം ചേർക്കുന്നത് ഈ 2 സാധനങ്ങളാണ്. പച്ച കുരുമുളകും പഴുത്ത കാന്താരി മുളകും. ഇത് രണ്ടുമാണ് വെറൈറ്റി ആയിട്ട് ഞാൻ ചേർക്കുന്നത്. കറിവേപ്പില, അതിനു വേണ്ടി ഇത് വറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണ, അതായത് ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ വറുക്കണം. പാം ഓയിലോ സൺഫ്ലവർ ഓയിൽ മീൻ പൊരിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു രുചിയിലോട്ട് പോകും. അതുകൊണ്ട് വില കൂടിയാലും വേണ്ടില്ല, തേങ്ങ എണ്ണയിൽ തന്നെ നമ്മൾ വറുക്കണം. നമുക്ക് വെറൈറ്റി ആയിട്ട് ചേർക്കാനുള്ള ഈ പച്ച കുരുമുളകും കാന്താരി മുളകും മറ്റുള്ള എല്ലാ സാധനങ്ങളും നമുക്കൊന്ന് വഴിയെ അരച്ചുകൊണ്ട് വരാം. കുരുമുളക് നല്ലവണ്ണം അരയണം, എങ്കിലും അതിൻ്റെ രുചി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് അത് നല്ലവണ്ണം പുരട്ടുമ്പോൾ അതിൽ പിടിച്ചു വരികയുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മൾ വറുത്ത് വരുമ്പോൾ ഇതിൽ ഇളകി പോകും. പിന്നെ കാന്താരി മുളക് അത് ചതച്ചിട്ടാൽ മാത്രം മതി. കാന്താരി മുളക് ഒരു 10 എണ്ണം മാത്രമേ അതിന് വേണ്ടി ആവശ്യമുള്ളൂ. നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം കാന്താരി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. കാന്താരി മുളക് ചതച്ചിടുകയാണ് നല്ലത്. അപ്പം കാന്താരി മുളക് പിന്നെ കൂടുതലായിട്ട് നമുക്ക് അത് എരി പിടിക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് എരിയായിരിക്കും. കാന്താരി മുളകിൻ്റെ ഗുണം പ്രേക്ഷകർക്ക് എല്ലാവർക്കും, നമ്മുടെ കേരളീയർക്ക് മൊത്തം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അവൻ ഭയങ്കര വീര്യമുള്ള ഒരു സാധനമാണ്. കുരുമുളകിൻ്റെ തണ്ട് മാറ്റിയതിന് ശേഷം നല്ലവണ്ണം കഴുകി മാത്രമാണ് ഇതിന് ചേർത്ത് അരയ്ക്കാനുള്ളത്. അതിനകത്തൊക്കെ ഈ അഴുക്കും ഇതും ഒക്കെ കാണും. അതുകൊണ്ട് ഇത് നല്ലവണ്ണം കഴുകി ഇത് മാത്രം, ഇതിൻ്റെ ഈ കുരുമുളകിൻ്റെ മാത്രം അരയ്ക്കാനുള്ളത്, തണ്ട് ആവശ്യമില്ല. അപ്പോൾ നാം എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 10 കഷ്ണം മീൻ ഞുറുക്കിയതാണ്. അതായത് ഇതുപോലെയുള്ള കഷ്ണങ്ങളായിരിക്കണം. പിന്നെ അതിന് വേണ്ടി നാം എടുത്തിട്ട് എല്ലാം ചേർത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഈ കുരുമുളകോടുകൂടി ചേർത്തിട്ടുള്ളതാണിത്. പിന്നെ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാൻ മറന്നുപോയി. വറുത്ത് പൊടിച്ച കുറച്ച് 1/2 സ്പൂൺ കറി മസാല കൂടെ ചേർക്കണം. അപ്പോൾ നല്ല രുചിയായിട്ട് വരും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പച്ച സവാള അരിഞ്ഞ് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പുരട്ടാം. ഇതുപോലെ പുരട്ടി വെക്കണം. എന്നിട്ട് ഇതിൽ കറി മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലെല്ലാം പിടിച്ചു വരണ്ടേ, ചെറിയ കഷ്ണങ്ങളാണെങ്കിലും ഒന്ന് ഇതിൽ നല്ലവണ്ണം യോജിച്ച് വരണം. അതിനുവേണ്ടി നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. മതി, കുറച്ച് വെളിച്ചെണ്ണ മതി. വില കൂടുതലാണ്, അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ. ഇത് നമുക്ക് ഒരു 5 കറിവേപ്പില ഇടണം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇതെടുത്തിട്ടുള്ളത്. നല്ല എരി, എൻ്റെ ചുണ്ടൊക്കെ എരിഞ്ഞു. നമുക്കതിൽ ഇട്ട് വറുത്ത് പോകാൻ. നമുക്കതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ ഉപദേശപ്രകാരമാണ് ഞാൻ രുചി നോക്കി കാണിക്കാൻ പറ്റുന്നത്. അടിപൊളി. അതിനോടൊപ്പം ഈ സവാള, തക്കാളി ഇവ രണ്ടും നമുക്ക് ചേർത്ത് കഴിക്കാം.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാന്താരി മുളക് ചേർക്കുമ്പോൾ ചതച്ചേ ചേർക്കാവുള്ളൂ, അങ്ങനെ വടി അരയ്ക്കരുത്. ഒരു 5 കൊന്ത്, അതായത് ഞെട്ടോടുകൂടി ഇറുത്തെടുക്കുന്ന കുരുമുളക്, അതിനെ പൊഴിച്ചെടുത്ത് വേണം അരയ്ക്കാൻ. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാം ചേർത്ത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ നമുക്ക് റെഡിയാക്കി കഴിക്കാം. ഇന്ന് ഇവിടെ ഇത് അവസാനിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി ഈശ്വരൻ്റെ സഹായം കൊണ്ട് അസുഖങ്ങളൊന്നും വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് തമ്മിൽ കാണാം. എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. നന്ദി, നമസ്കാരം.